കോതമംഗലം മാമലക്കണ്ടത്ത് കാട്ടാനക്കൂട്ടം ഒരു വീട് തകർത്തു എന്ന വാർത്ത വരുന്നുണ്ട്. മാമലക്കണ്ടത്തെ തോമസിൻ്റെ വീടാണ് തകർത്ത് കളഞ്ഞത്. സമീപത്തെ കൃഷിയും ആന നശിപ്പിച്ചു കളഞ്ഞു. ശ്യാംകുമാർ ടെലിഫോണിലുണ്ട്. ശ്യാംകുമാർ, എന്തൊക്കെയാണ് സംഭവിച്ചത് മാമലക്കണ്ടത്ത്? കഴിഞ്ഞ കുറച്ച് നാളുകളായി മാമലക്കണ്ടത്തും പരിസര പ്രദേശങ്ങളിലും കാട്ടാനയും മറ്റ് വന്യമൃഗങ്ങളുടെയും ഒക്കെ ശല്യം നാട്ടുകാർ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഈ കാട്ടാനയെ പേടിച്ച് തന്നെ തോമസും കുടുംബവും ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നത്. അതിനിടയിലാണ് ഇന്നലെ തോമസിന്റെ വീടിന്റെ ഒരു ഭാഗവും പുറത്തുണ്ടായിരുന്ന റബ്ബറിന്റെ ഉണക്കുപുരയും റബ്ബർ ഷീറ്റ് ഉണക്കുന്ന പുരയും മുറ്റത്തുണ്ടായിരുന്ന കൃഷികളും ഒക്കെ കാട്ടാനക്കൂട്ടം തകർത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ തോമസ് വീട്ടിൽ എത്തിയപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. പ്രദേശത്ത് രാത്രി സമയങ്ങളിലൊക്കെ വീട്ടിൽ പോലും താമസിക്കാൻ കഴിയാത്ത സ്ഥിതി എന്ന നാട്ടുകാർ പരാതിപ്പെടുന്നതിനിടയിലാണ് ആനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എന്തായാലും സങ്കടകരമാണ്. ഈ ആനകൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങാൻ തീരുമാനിച്ച പോലെ ഉണ്ട് കാര്യങ്ങളുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ. പവിത്രൻ പാതിരപ്പറ്റ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നത് സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മൂവർക്കും ആശംസകൾ. എന്നാണ് ഇവർ വടകരയിലെത്തുക? വടകരയിലെത്തിയില്ലെങ്കിലും താങ്കൾ അങ്ങോട്ട് പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനി ബാബു, അത് സ്ഥിരം പ്രേക്ഷക. SKN പുതിയ ഫ്ലോറൊക്കെ അടിപൊളിയായി, പക്ഷേ SKN ഒരുപാട് അകലെയാകുന്നത് പോലെ ഒരു തോന്നൽ. അകലെ അകലെ നീലാകാശം, അങ്ങനെയല്ലേ പറയുക? നമ്മൾ അകലെയല്ലേ, ഇപ്പോഴും നമ്മൾ അടുത്തായിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നു മുതൽ RC ബുക്കും ലൈസൻസും വിതരണം ചെയ്യുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. കുറച്ച് കാലമായി നമുക്കിതൊക്കെ കിട്ടാതെ പോവുകയായിരുന്നു. പ്രിൻ്റ് ചെയ്ത സ്ഥാപനത്തിന്, ബംഗളൂരിലുള്ള സ്ഥാപനത്തിന് പണം കൊടുക്കാനുണ്ടായിരുന്നു. ഒരു 8-9 കോടി രൂപ പെൻഡിങ് കിടന്നപ്പോൾ അവർ ഇതിൻ്റെ അച്ചടി നിർത്തിവെക്കുകയായിരുന്നു. അതേപോലെ ഇത് കൊറിയർ വഴി വിതരണം ചെയ്ത തപാൽ വകുപ്പിനും പൈസ കിട്ടിയില്ലായിരുന്നു. അവർക്കും ഒരു 4 കോടി എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പണമെല്ലാം കൊടുത്ത് തീർത്തു. അപ്പോൾ ഇന്ന് മുതൽ വിതരണം തുടങ്ങുകയാണ്. നമ്മൾ വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് വിവരം അറിയിച്ചത്. ഇന്ന് 20,000 ലൈസൻസുകളും RC ബുക്കുകളും ഇന്ന് വിതരണം ചെയ്യും. മാത്രമല്ല പോസ്റ്റൽ കൊറിയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ KSRTCയുടെ കൊറിയർ ഉപയോഗിച്ച് വിതരണം ചെയ്യുമെന്ന് ഗതാഗത വകുപ്പ് അറിയിക്കുന്നു.